ഹലോ, നമ്മളുടെ ചെറിയ ബിസിനസ്സിലേക്ക് നമുക്ക് വരുമാനം കൊണ്ടുതരുന്ന ബിസിനസ്സിലൊരു ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറെ കണ്ടെത്താനുള്ളൊരു കഴിവ്. ഈ കഴിവ് ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് വിഷയത്തിലും നമുക്ക് കുറച്ചൊക്കെ മിസ്റ്റേക്ക് വരുത്തിയാലും പ്രശ്നമില്ല. പക്ഷേ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര കസ്റ്റമറെ കിട്ടില്ല. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ നടക്കില്ല, ബിസിനസ്സിലേക്ക് വരുമാനം വരില്ല, നമ്മളുടെ ആ മോട്ടിവേഷൻ ആകെ ചോർന്നു പോകും. ചിലർക്ക് ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് തോന്നും, നിലവിലുള്ള പ്രൊഡക്റ്റും സർവീസും മാറ്റിയിട്ട് പുതിയതൊന്നിലേക്ക് ചാടാനായിട്ട് തോന്നും. പല പല സംശയങ്ങളും മൊത്തത്തിൽ നമ്മളുടെ ആ തുടങ്ങിയ സമയത്തുള്ള ആ ഇൻട്രസ്റ്റ് ഒക്കെ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനാണ് കസ്റ്റമറെ കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞ്. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംരംഭകർക്ക് അറിയില്ല ബിസിനസ് അവരുടെ പ്രൊഡക്റ്റ് അല്ല ശരിക്കും കസ്റ്റമറെ കൊണ്ടുവരുന്നത്. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന കസ്റ്റമറെ നിലനിർത്താനുള്ളൊരു ഉപാധിയാണ്. എന്നാൽ പുതിയ കസ്റ്റമറെ കൊണ്ടുവരാനുള്ളത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ല. കാരണം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് വൺസ് അവർ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം മനസ്സിലാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഒരു കസ്റ്റമർ വന്ന് വീണ്ടും അവർ റിട്ടേൺ വരാൻ റിപ്പീറ്റ് ബൈയിങ്ങിന് സഹായിക്കും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും സർവീസും. പക്ഷേ ഇനീഷ്യൽ കസ്റ്റമേഴ്സ്, ആ തുടക്കത്തിലെ കസ്റ്റമേഴ്സ് വന്ന് നിങ്ങൾക്കൊരു ട്രാക്ഷൻ കിട്ടണമെങ്കിൽ മാർക്കറ്റിംഗ് കൂടിയേ തീരും. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് ബിസിനസ്സിൽ. ഇതിനെ നിങ്ങൾ മുഖവിലക്ക് എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ആ ചെറിയ ബിസിനസ് സ്റ്റക്കായിരിക്കും. പലപ്പോഴും പല സംരംഭകരും അവരുടെ ആ ബിസിനസ് ഉപേക്ഷിച്ച് പോണതിൻ്റെ ഒരു കാരണം ഇവർക്ക് മാർക്കറ്റിംഗ് അറിയാത്തത് കൊണ്ടാണ്. ഇന്ന് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. മാർക്കറ്റിംഗ് രണ്ട് രീതിയിലാണുള്ളത്: ഔട്ട് ബൗണ്ട് മാർക്കറ്റിങ്ങും ഇൻബൗണ്ട് മാർക്കറ്റിങ്ങും. ഔട്ട് ബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറെ നമ്മൾ അങ്ങോട്ട് തേടി പോകുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ്. കസ്റ്റമറെ നമ്മൾ അങ്ങോട്ട് തേടി പോവുകയാണ്. ഉദാഹരണത്തിന് നമുക്ക് എവിടെന്നെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ എന്തെങ്കിലും ഫോൺ നമ്പറോ എന്തെങ്കിലും കിട്ടി അവരെ ഡയറക്റ്റ് കോൾ ചെയ്ത്, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ കോൾ ചെയ്ത് അവരെ കൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസ് എടുപ്പിക്കാൻ നോക്കണം. അതായത് അങ്ങോട്ട് ചെന്ന് നമ്മൾ അവരെ ഇൻട്രപ്റ്റ് ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യണേനെയാണ് ഔട്ട് ബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തൊരു മാർക്കറ്റിംഗ് രീതിയാണ് ഇൻബൗണ്ട് മാർക്കറ്റിംഗ്. ഇൻബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് നമ്മളെ തേടി വരണം, അല്ലെങ്കിൽ നമ്മളെ കണ്ടെത്താനുള്ള വഴികൾ കസ്റ്റമേഴ്സിന് നമ്മൾ എളുപ്പമാക്കി കൊടുക്കണം. ഇതിനെയാണ് ഇൻബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് സോഷ്യൽ മീഡിയയിലെ കണ്ടൻറ് മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ വഴി കസ്റ്റമേഴ്സ് നമ്മളെ കണ്ടുവരുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഈ ഔട്ട് ബൗണ്ട് മാർക്കറ്റിംഗ് അത്ര എഫക്റ്റീവായിട്ട് വർക്കാവില്ല. അത് നിങ്ങളുടെ കേസ് തന്നെ എടുത്ത് നോക്കിയാൽ മതി. നിങ്ങളെ ആരെങ്കിലുമൊക്കെ കോൾ ചെയ്തിട്ടുണ്ടാവും. പല പ്രൊഡക്റ്റുകൾ ചിലപ്പോൾ ഹിന്ദിക്കാരായിരിക്കും, അത് വളരെ ഇറിറ്റേഷനാണ്. ചിലവരത് കോൾ എടുത്ത് അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്യും. കാരണം നമുക്കതറിയാം എന്തോ വിൽക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്, അതുകൊണ്ട് നമുക്ക് വലിയ താല്പര്യമില്ല. ഇങ്ങടേക്ക് വന്ന് നമ്മളുടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ബിസി ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ ഇൻട്രപ്റ്റ് ചെയ്ത് വരുന്ന കോളുകളെല്ലാം തന്നെ നമുക്ക് ഒരു ഇറിറ്റേഷനാണ്. ഇത്തരത്തിലുള്ള ഔട്ട് ബൗണ്ട് മാർക്കറ്റിംഗ് ഇന്നത്തെ കാലത്ത് അത്ര എഫക്റ്റീവായിട്ട് വർക്കാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. പലരും ടെക്നോളജി യൂസ് ചെയ്ത് ഇതിനൊക്കെ ബ്ലോക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് ട്രൂ കോളറൊക്കെ ഉപയോഗിച്ച് പല സ്പാം കോളുകളും ഇതെല്ലാം മെസ്സേജൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. ചില കോളുകൾ വരുമ്പോൾ തന്നെ നമ്മളുടെ ഫോണിൽ മെസ്സേജ് വരും, ഈ കോൾ എടുക്കരുതെന്നും പറഞ്ഞ് ചെറിയൊരു ബാനർ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ നമ്മൾ ആ ഫോൺ എടുക്കില്ല, കട്ട് ചെയ്യും പേടിച്ചിട്ട്. ഇത്തരത്തിലുള്ള ഔട്ട് ബൗണ്ട് മാർക്കറ്റിൻ്റെ കാലഘട്ടം ഏറെക്കുറെ കഴിഞ്ഞു. ഇനിയുള്ളത് ഇൻബൗണ്ട് മാർക്കറ്റിംഗ് ആണ്. അത് കസ്റ്റമർ, ആവശ്യക്കാർ നമ്മളെ ഇങ്ങോട്ട് തേടി വരുന്ന രീതിയിൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യണം. കാരണം ഇതിനാണ് ഇപ്പോൾ സ്കോപ്പ് ഉള്ളത്. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയം മുതൽ പറയുന്നതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ട്. ഇന്നെല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ഇൻ്റർനെറ്റ് എല്ലാവർക്കും ആക്സസ് വന്നതോ, ഇൻ്റർനെറ്റ് വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി, പക്ഷേ എല്ലാവർക്കും അതിലേക്ക് ആക്സസ് കിട്ടി തുടങ്ങിയത്, അതായത് ഏതൊരു സാധാരണക്കാരും ഇൻ്റർനെറ്റിലേക്ക് ആക്സസ് കിട്ടിയിട്ട് ഒരു 10 കൊല്ലത്തിൽ താഴെ മാത്രമായിട്ടുള്ളൂ. ചൈനീസ് ഫോണുകൾ മാർക്കറ്റിലേക്ക് വന്നു, വളരെ വിലക്കുറവിൽ ചൈനീസ് ഫോണുകൾ. അതായത് ഒരാളുടെ സാലറിയുടെ, ഒരു സാധാരണക്കാരൻ്റെ സാലറിയുടെ പകുതി എടുത്താൽ പോലും ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാനുള്ള അത്രയും വിലക്കുറവിലേക്ക് ടെക്നോളജി വന്നു. ചൈനീസ് ഫോണുകൾ 2013 കാലഘട്ടത്തിലൊക്കെയാണ് അതിൻ്റെ ഒരു റവല്യൂഷൻ നടക്കുന്നത്. ചൈനക്കാരാണ് അത് കൊണ്ടുവന്നത്. MI പോലുള്ള ബ്രാൻഡുകളൊക്കെയാണ് അത് ഈ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. നല്ല സ്പെക്കുള്ള ഫോണുകൾ കുറഞ്ഞ വിലക്ക്. അതിനുശേഷം 4G കണക്ടിവിറ്റി വന്നു. വളരെ ചീപ്പായിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടാനായിട്ട് തുടങ്ങി. പിന്നെ കൊറോണ വന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ തന്നെ ആയതുകൊണ്ട് പല കാര്യങ്ങൾക്ക് ഓൺലൈനെ, ഇൻ്റർനെറ്റിനെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആളുകൾക്കൊരു ഫ്രീഡം കിട്ടി ഇൻ്റർനെറ്റിലൂടെ. പ്രൊഡക്റ്റിൻ്റെ വില സെർച്ച് ചെയ്യാനും
അതുപോലെ തന്നെ ഓൺലൈൻ വഴി പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യാനും അവർക്ക് വേണ്ട സംഗതികളെല്ലാം തന്നെ പഠിക്കാനായിട്ട് ഇൻ്റർനെറ്റിനെ എല്ലാവരും ഏത് സാധാരണക്കാരനും ഉപയോഗിച്ചു തുടങ്ങി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് വർക്കൗട്ട് ആവുന്ന മാർക്കറ്റിംഗ് രീതിയാണ് ഇൻബോൺ മാർക്കറ്റിംഗ്. കസ്റ്റമേഴ്സ് നമ്മളെ തേടി ഇങ്ങോട്ട് വരണം. ഞാൻ ഈ ചാനൽ തുടങ്ങിയ ആ ടൈം മുതൽ പറയുന്നതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയ വളരെ പവർഫുൾ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെല്ലാം ശ്രദ്ധ കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിലാണെന്ന്. നിങ്ങൾ തന്നെ എവിടെയാണ് ശ്രദ്ധ കൊടുക്കുന്നത്? ഒരു 3-4 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാം ശ്രദ്ധ. യൂട്യൂബ് ആയിരിക്കാം, ഇൻസ്റ്റഗ്രാം ആയിരിക്കാം, ഫേസ്ബുക്ക് ആയിരിക്കാം, വാട്സപ്പ് ആയിരിക്കും. ഒരു 3-4 മെയിൻ സ്ട്രീം സോഷ്യൽ മീഡിയയിലാണ് ഇന്ന് എല്ലാവരും ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ മാർക്കറ്റിങ്ങിൻ്റെ ഹിസ്റ്ററി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യകാലത്ത് പ്രിൻ്റ് മീഡിയേനെയായിരുന്നു നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. പണ്ട് കാലത്ത് പത്രം, നോട്ടീസ് പോലുള്ള, മാഗസീൻ പോലുള്ള പ്രിൻ്റ് മീഡിയേനെയാണ് നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ റേഡിയോ വേവ്സിൻ്റെയും മറ്റും കണ്ടുപിടുത്തം, മിലിറ്ററി ആപ്ലിക്കേഷൻസിനൊക്കെ ആയിട്ട് റേഡിയോ വേവ്സിൻ്റെയൊക്കെ US മിലിറ്ററി ആപ്ലിക്കേഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഇതിൻ്റെ കണ്ടുപിടുത്തം നടക്കുന്നത്. പിന്നെ അത് മാസിലേക്ക് വന്നു, പബ്ലിക്കിലേക്ക് വന്നു, റേഡിയോ ചാനലുകൾ വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റേഴ്സ് പരസ്യം കൊടുക്കാനായിട്ട് തുടങ്ങി. പിന്നെ അതിനുശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV, പിന്നെ കളർ TV, പിന്നെ അതിനുശേഷം ഇപ്പോൾ നിലവിലിപ്പോൾ വന്നു നിൽക്കുന്ന സോഷ്യൽ മീഡിയയും പല സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെയാണ്. ഏതൊരു ടെക്നോളജി അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ കോസ്റ്റിൽ തന്നെ നമുക്ക് അതിൽ പരസ്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നത് കണ്ടൻറ് മാർക്കറ്റിംഗ് ആണ്. നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന എന്ത് കണ്ടൻറ്റുകളും നമുക്ക് മാർക്കറ്റിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാം. കാരണം പബ്ലിക് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാലത്ത് ഇൻബോൺ മാർക്കറ്റിംഗ് രീതി നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ അങ്ങോട്ട് ചെന്ന് ഇൻ്ററപ്റ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് രീതിയുടെ കാലഘട്ടം ഏറെക്കുറെ അവസാനിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ എല്ലാ ഇൻഡസ്ട്രിയിലും അതൊന്നും വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഇൻബോൺ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കാം, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം, എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമ്മളുടെ പ്രൊഡക്റ്റും സർവീസുകളും വിൽക്കും ഫ്രീ ആയിട്ട് പോലും. അതായത് കസ്റ്റമറെ കണ്ടെത്താന്ന് പറഞ്ഞാൽ കസ്റ്റമർ അക്യൂസേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രത്യേകത തന്നെയുണ്ട്. ഒരു കസ്റ്റമറെ കണ്ടെത്താൻ നമുക്ക് എന്ത് ചിലവാകും? നമുക്ക് ഫ്രീ ആയിട്ട് പോലും കസ്റ്റമറെ കണ്ടെത്താനുള്ള ഓപ്ഷൻ സോഷ്യൽ മീഡിയയിലുണ്ട്. കണ്ടൻറ് മാർക്കറ്റിംഗ് ഉണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള പേയ്മെൻറ്റിൽ മാത്രം കസ്റ്റമറെ കണ്ടെത്താൻ സാധിക്കുന്നത്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാം, പെയ്ഡ് പരസ്യങ്ങൾ ചെയ്യാം. അങ്ങനെ പല മെത്തേഡിലൂടെ സോഷ്യൽ മീഡിയ മാത്രം ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന ധാരാളം ചെറിയ ബിസിനസ്സുകളുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് റൺ ചെയ്യുന്നത്. അവർക്ക് വേറൊരു മാർക്കറ്റിംഗും ഇല്ല, ജസ്റ്റ് സോഷ്യൽ മീഡിയ മാത്രം. ചിലർ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, ചിലർ കണ്ടൻറ് മാർക്കറ്റിംഗ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, ചിലർ പെയ്ഡ് പരസ്യങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സീക്രട്ട് ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ സ്ട്രീമിലുള്ള ഒരു 3 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ബെറ്ററായിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും അവർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും വിൽക്കാനായിട്ട് സാധിക്കും. ഒരു കുറച്ച് നാളതിൽ സ്റ്റിക്ക് ചെയ്ത് നിന്നാൽ മാത്രം മതി. ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത. ഈ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന സംഗതികളുണ്ട്. അത് ഇന്ന് തുടങ്ങി നാളെ തന്നെ റിസൾട്ട് കിട്ടുന്നതാണെങ്കിൽ എല്ലാവരും അത് ട്രൈ ചെയ്യും. എന്നാൽ കുറച്ച് ആഴ്ചകൾ, കുറച്ച് മാസങ്ങളും സ്റ്റിക്ക് ചെയ്ത് നിൽക്കണമെങ്കിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അത് ട്രൈ ചെയ്യൂ. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സ്മോൾ ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കസ്റ്റമറെ കണ്ടെത്താനും നിങ്ങളുടെ സെയിൽ വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കും. വിശദമായിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് കസ്റ്റമറെ കണ്ടെത്താം, എങ്ങനെ നമ്മുടെ സെയിൽ വർദ്ധിപ്പിക്കുക, എന്തൊക്കെ ടെക്നിക്കുകളാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കസ്റ്റമറെ നമ്മൾ കൺവിൻസ് ചെയ്യേണ്ടത്, എന്താണ് സോഷ്യൽ മീഡിയ റിയൽ സീക്രട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതിൻ്റെ താഴെ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വരും. ഒരു കാര്യം മനസ്സിലാക്കുക, മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. നിങ്ങളൊരു സ്മോൾ ബിസിനസ് റൺ ചെയ്യുന്ന ആളാണെങ്കിൽ തുടർച്ചയായി പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ ആ ബിസിനസ് വളരില്ല. നിങ്ങളവിടെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കും. പുതിയ കസ്റ്റമേഴ്സ് കടന്നു വന്നുകൊണ്ടേയിരിക്കണം. തുടർച്ചയായിട്ട് ഈ ഒരു ആക്ടിവിറ്റി നടക്കണം. എന്നാലാണ് നമുക്ക് മോട്ടിവേഷൻ കിട്ടും. ചെറിയ ബിസിനസ് റൺ ചെയ്യുന്നവർക്കറിയാം, സെയിൽ കുറയാൻ നേരത്ത് നമ്മളുടെ തലയ്ക്കൊരു മരവിപ്പായിരിക്കും. സെയിലുള്ള ദിവസം നല്ല മൂഡ്, സെയിലില്ലാത്ത ദിവസം വീണ്ടും ഡൗൺ ആയി, പിന്നെ നമ്മൾ ചിരിക്കും, പിന്നെയും ഡൗൺ ആയി.
അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെയിലിൽ തുടർച്ച ഇല്ലാത്തത് കൊണ്ടാണ്, ഇൻകൺസിസ്റ്റൻസി വന്നുകൊണ്ടാണ്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടർച്ചയായി പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വന്നുവെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യല്ലാതെ വേറെ രക്ഷയില്ല. അപ്പം പുതിയ മാർക്കറ്റിംഗ് രീതികളെ പറ്റിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. വിശദമായിട്ട് ഈ കാര്യങ്ങൾ എൻ്റെ കോഴ്സിൽ പഠിക്കുക. ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിൽ വരും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ പങ്കെടുക്കാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.